Hello guys, welcome back to my channel. അപ്പം നമുക്കിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ റാങ്ക് ഫങ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സിമ്പിളാണ്. മീൻസ് ഡെയിലി ലൈഫിലൊന്നും വലിയ കാര്യമായിട്ട് യൂസ്ഫുൾ ആയിട്ടൊന്നും വരില്ലെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് റാങ്ക് വൈസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. മീൻസ് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നോർമൽ റാങ്ക്, പിന്നെ റാങ്ക് ഈക്വൽസ്, പിന്നെ റാങ്ക് ആവറേജ്. നമുക്ക് മൂന്നും എങ്ങനെ അത് ഡിഫറെൻ്റ് ആകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഈക്വൽ ടു റാങ്ക്, എന്നിട്ട് ഫസ്റ്റത്തെ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക, കോമ, അതിനുശേഷം ഫുൾ വാല്യൂ ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ F4 വിളിച്ച് ലോക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വാല്യൂ എന്നുള്ളത് 50ക്കാണ്. അത് ഓൾറെഡി 2 പ്ലേസ് ഉള്ളതുകൊണ്ട് അത് ആ ഫസ്റ്റ് റാങ്ക് രണ്ടാൾ ഓൾറെഡി ഷെയർ ചെയ്തു. അതുപോലെ തന്നെ ഇപ്പം സെക്കൻഡ് ഉണ്ടാവില്ല. മീൻസ് ഓൾറെഡി ഫസ്റ്റും സെക്കൻഡും അതായത് 50 ആയതുകൊണ്ട് ഫസ്റ്റിൽ തന്നെ 2 പോയി. പിന്നെ 3, 4, 5, 6 വീണ്ടും വന്നു. 6ഉം വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ ചെയ്തു, കാരണം 2 വാല്യൂ സെയിം ആയതുകൊണ്ട്. ഇങ്ങനെയാണ് റാങ്ക് നമുക്ക് സോർട്ടായിട്ട് എടുക്കുന്നത്. ഇനി റാങ്ക് ഈക്വൽസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഈക്വൽ ടു റാങ്ക് ഈക്വൽസ്, വീണ്ടും അത് നമ്പർ സെലക്ട് ചെയ്യാം, കോമ, ഫുൾ റേഞ്ച് സെലക്ട് ചെയ്യാം, ലോക്ക് ചെയ്യാം. ഒരു വ്യത്യാസമില്ല. ദാറ്റ് മീൻസ് ആ റാങ്കും റാങ്ക് ഈക്വൽസിൻ്റെയും ഫംഗ്ഷൻ എക്സാക്ട്ലി സെയിം ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദി ടൈം അത് സെയിം ആയിരിക്കും. അപ്പം ഇവിടെ നമുക്ക് ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് ഇനി ഇതിൽ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈക്വൽ ടു റാങ്ക് ആവറേജ്, സെയിം ആണ്. വീണ്ടും ഫസ്റ്റ് വാല്യൂ നമ്പർ സെലക്ട് ചെയ്യുക, കോമ, മൊത്തം ലിസ്റ്റ് സെലക്ട് ചെയ്യുക, ലോക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിഫറൻസ് വന്നു അല്ലേ. അതായത് നമ്മളിപ്പം 50 എന്നുള്ളത് രണ്ടാൾ ഷെയർ ചെയ്തുകൊണ്ട് ഇവിടെ നമ്മളത് 1.5 ആക്കി. അതേപോലെ ഇവിടെ വരുന്നത് 6.5 ആയിട്ട് അത് അതിൻ്റെ ആവറേജ് എടുത്തു. മീൻസ് ഇവിടെ രണ്ടാളുണ്ടല്ലോ, ഇപ്പം നമുക്ക് ഒരു ആവറേജ് ആയിട്ട് കാൽക്കുലേറ്റ് ആയിട്ട് വന്നു. ബാക്കിയൊക്കെ സിംഗിൾ വാല്യൂ ആയതുകൊണ്ട് നോർമൽ അത് തന്നെ ഓൾറെഡി വന്നു. അപ്പം ഇതാണ് റാങ്ക് ഫംഗ്ഷൻ. ഇത് നിങ്ങൾക്ക് നിങ്ങളെ ഡെയിലി യൂസിൽ എന്തായാലും വരില്ല, പക്ഷേ ലൈഫിൽ എവിടെയെങ്കിലും ആയിട്ടും ചിലപ്പം യൂസായി വരും. അന്നേരം നിങ്ങൾ ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻസും യൂസ് കേസസും എന്ന് ഓർത്താവാം. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.